മക്കളുടെ കാര്യത്തിൽ ഈ മൊബൈലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 15 വയസ്സുള്ള കുട്ടീൻ്റെ അമ്മ വിളിച്ച് പറയുന്നത് എൻ്റെ കുട്ടി എന്നെ തല്ലാൻ വരുന്നു എന്നാണ്. അതിപ്പോൾ നിങ്ങൾ പല ആൾക്കാരും പറയും സാറേ എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയും. പണ്ട് ഇത് വല്ലപ്പോൾ ഉമ്മാർ മാത്രമല്ല, ഇന്നാളെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു 18 വയസ്സുള്ള മോനെ എന്നെ തല്ലാൻ വരുന്നു. വാപ്പാക്ക് ആൺകുട്ടികളെ പേടിയാവാം. അതെന്താ? ഒരു ബോധപൂർവ്വം തല്ലലല്ല. എന്താ സംഭവം? ഈ മൊബൈലിൻ്റെ ഗെയിമിന് അഡിക്റ്റഡ് ആയിട്ട് ഈ കുട്ടികൾ ബാപ്പാനെ തല്ലുന്നൊരവസ്ഥയിലേക്ക് മാറിയതാണ്. മൊബൈൽ ഗെയിം എന്ന് പറഞ്ഞാൽ 2 തരം ഗെയിമുകളാണ് ആൺകുട്ടികൾ പ്രധാനമായിട്ടും കളിക്കുന്നത്. ഒന്നാമത്തെ ഗെയിം ഈ വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഗെയിമാണ്. റേസിംഗ് ഗെയിമുകൾ എന്ന് അതിന് പറയാം. ഈ റേസിംഗ് ഗെയിമുകൾ സ്ഥിരമായി കളിക്കുക, അതിങ്ങനെ ഇടിച്ച് തെറിപ്പിച്ച് അങ്ങനെയൊക്കെ അതിൻ്റെ പരിപാടി. അത് സ്ഥിരമായി കളിക്കുന്ന കുട്ടികളിൽ വയലൻസ് കൂടും. ആ കുട്ടി കുറച്ച് കാലം കഴിഞ്ഞിട്ട് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പ്രായമായി കഴിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ ഓൻ എവിടെയെങ്കിലും ഇടിക്കും. കാരണം ഓനത് ഇടിച്ച് രസമായിട്ടുണ്ട്. അവിടെ എന്നിട്ട് ഇടിച്ചാൽ ഓനോട് കച്ചറ ഉണ്ടാക്കുമോ? ഇതെന്തിനാ റോങ്ങിൽ വന്നത്? അതിന് വേറെ കാരണം കൂടെ ഉണ്ട്, അവിടെ കൂട്ടത്തിൽ പറയാം. അത് നമ്മുടെ പാരൻറ്റിങ്ങിൽ ചെറുപ്പത്തിൽ വന്ന് വേറെ വിഷയം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടി ഓടി സ്പീഡിൽ ഇങ്ങോട്ട് വന്നു. സ്പീഡിൽ വന്നിട്ട് അവൻ ആ ടേബിളിൽ തല ഇടിച്ചിട്ട് അവൻ വീണു. നമ്മൾ സാധാരണ ചെയ്യുന്നൊരു പണിയുണ്ട്, ഉമ്മമാർ പ്രത്യേകിച്ച് ഉമ്മമാരും വല്യമ്മമാരും ചെയ്യുന്നൊരു പണിയുണ്ട്. അതെന്താണ്? ആ ടേബിളിൽ 2 തല്ല് കൊടുക്കും അല്ലേ? ചെയ്യാറില്ലേ? കുട്ടി ടേബിളിന് ചുമരിന് തലടിച്ച് വീണാൽ ചുമരെ നിൻ്റെ കുട്ടിനെ കാട്ടാൻ വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാറില്ലേ? ഇങ്ങനെ ആക്കി, അല്ല ഇങ്ങനെ ആക്കി, അല്ലെങ്കിൽ ഒന്നാക്കി, ഇല്ല നിങ്ങൾ ചെയ്യാറില്ലേ? ശരിക്കും ചെയ്യുന്നത് റോങ്ങാണ്. അവിടെ ആ ചെയ്തത് കൊണ്ട് കുട്ടിക്ക് ആശ്വാസം കിട്ടുന്നുള്ളത് കറക്റ്റ് സംഭവം ശരിയാണ്. പക്ഷെ അത് റോങ്ങാണ്. കാരണം എന്താ? ഇവൻ ഓവർ സ്പീഡിൽ വന്നുകൊണ്ടല്ലേ ഇവിടെ ഇടിച്ചത്, ഇവൻ റോങ്ങിൽ വന്നുകൊണ്ടല്ലേ ഇടിച്ചത്. ഉത്തരവാദി ആരാ? ഈ ചുമരാണോ? ഈ ചെയറാണോ? ഈ ടേബിളാണോ? അല്ല. അവ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ തെറ്റ് അവന് തിരിച്ചറിയാനുള്ളൊരു അവസരം ഇല്ലാതാക്കാണ് അവിടെ ചെയ്യുന്നത്. മോൻ എന്തുകൊണ്ടാണ് വീണത്? അവന് വീണ ആ സംഭവം കഴിഞ്ഞിട്ട് അവനോട് ചോദിക്കണം. അത് സ്പീഡിൽ വന്നിട്ട് അവൻ ഇനി വരുമ്പോൾ സ്പീഡ് കുറക്കണം. അതിനെ കുറ്റം പറയരുത്. അതിന് കുറ്റം പറഞ്ഞാലുള്ള പ്രശ്നമാണ് ഇപ്പോൾ കണ്ടത്. ഏത്? ഇവൻ വണ്ടി പോയി ഇടിക്കും, അതിൻ്റെ കാരണം മറ്റത്. വണ്ടി ഇടിക്കാനുള്ള കാരണം മറ്റത്, ന്യായീകരിച്ചതിൻ്റെ കാരണം ഇതും. രണ്ടും കൂടി കുട്ടി പറഞ്ഞാണ്. എന്താ കാരണം? ഇവന് മറ്റേ ഗെയിം കളിച്ചില്ലേ, എന്ന് പറഞ്ഞിങ്ങനെ പോയി ഇടിച്ച് തെറിപ്പിച്ച് അത് ഭയങ്കര ഹാരം കിട്ടിയതാണ്. അപ്പോൾ ഒറിജിനൽ വണ്ടി കണ്ട പണ്ട് ഇടിച്ചു നോക്കിയത് ഒരു രസം. അപ്പോൾ ന്യായീകരിക്കാനുള്ളത് മറ്റൊന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വയലൻസ് കൂടാ. രണ്ടാമത് എന്താ പറയുക? ഗെയിം ഇവർ കളിക്കുന്ന രണ്ടാമത്തെ ഒരു ഗെയിം വെടിവെക്കുന്ന ഗെയിം. ഫുള്ള് വെടിവെക്കുന്ന ഗെയിം. പല കുട്ടികൾക്കും ബാപ്പ ഉമ്മ റൂമിക്ക് വന്നാൽ പോലും അറിയുന്നില്ല. നിങ്ങൾ മാറിക്ക്, ഞാൻ വെടിവെക്കട്ടെ, എന്താ ചോറെന്നാ പണി, നിങ്ങൾ പൊയ്ക്കൊല്ലിടുന്നു, ഫുള്ള് വെടിവെക്കണം വരെ പണി. ശരിക്ക് നാളൊരു ബാപ്പൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വന്ന് എന്നിട്ട് പറയണം, എൻ്റെ മോൻ്റെ റൂമിൽ നിന്ന് അർദ്ധരാത്രി 1 മണിക്കും 2 മണിക്കും ടിഷു എന്നുള്ള ശബ്ദമൊക്കെ ഉണ്ടാകുന്നത്. ഭയങ്കര ടിഷു. അപ്പോൾ എന്താ സംഭവം? എന്താണ്? ഇവന് ഓൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും ഓൺലൈനിൽ കളിക്കുക, ഓൺലൈനിൽ ഗെയിം കളിക്കാൻ ടിഷു. അതിന് ഇടങ്ങാറാക്കാതെക്കാൻ വേണ്ടി ബാപ്പ വന്നാലും ഓൻ അറിയുന്നില്ല. അത്രമാത്രം അവസ്ഥയിൽ കുട്ടികൾ. ഈ കുട്ടികൾ പറഞ്ഞു വന്നത്, ഈ കുട്ടികൾക്ക് ബിഹേവിയറൽ ഡിസോർഡർ വളരെ പെട്ടെന്ന് സംഭവിക്കും. ആ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല. ആ കുട്ടികൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കില്ല. ആ കുട്ടികൾ പ്രോപ്പറായിട്ട് ഉറങ്ങൂല. ആ കുട്ടികൾ കൃത്യമായിട്ട് സ്കൂളിൽ പോകില്ല. ആ കുട്ടികൾ പഠനത്തിൽ ബാക്കിലായിരിക്കും. ഉമ്മാനോടും ബാപ്പനോടും ബാക്കിയുള്ളവരോടും ഒക്കെ കച്ചറുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും. ആ കുട്ടികൾ നല്ല കുട്ടികളായിട്ടാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ആ കുട്ടികൾ ഈ ഗെയിം കളിച്ചിട്ട് തകർന്നു പോയതാണ്. ഈ പുതിയ കാലത്ത് എൻ്റെ മാതാപിതാക്കളെ വളരെ കൂടുതലാണ് ഈ സംഭവം. വളരെ 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 കൂടുതലാണ്. എത്ര കേസാണ് ഓരോ ആഴ്ചയിലും നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ കാണുന്നത്. ചിലതൊക്കെ മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയാണ്, ചിലതൊക്കെ ബലമായിട്ട് പിടിച്ചിട്ട് കെട്ടിക്കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. കുട്ടികൾ നിൽക്കുന്നില്ല, അവർ നേരെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കെട്ടിപ്പിടിച്ചിട്ട് കയറുകൊണ്ടൊക്കെ കെട്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്ന കേസ് വരെ വിഷയത്തിലുണ്ടായിട്ടുണ്ട്. അത്രമാത്രം നമ്മുടെ കുട്ടികൾ. അപ്പം നിങ്ങളൊരു വിഷയത്തിലൊരു തീരുമാനം എടുക്കണം. അതെന്താ? ലോകാരോഗ്യ സംഘടനയുടെ ഒരു പഠനത്തിൽ അവർ ഓഷ്യാനിക് കൺട്രീസിലും അതുപോലെ കാനഡ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയിട്ട് ലോകാരോഗ്യ സംഘടന ഒരിക്കൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞത് 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കും ഒരു ഡിവൈസും നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ്. 5 വയസ്സിന് താഴെ ഒരു ഡിവൈസും ഒരു കുട്ടിക്കും കൊടുക്കാൻ പാടില്ല. മൊബൈൽ കൊടുക്കാൻ പാടില്ല, ടാബ് കൊടുക്കാൻ പാടില്ല, ഗെയിം പ്ലെയർ കൊടുക്കാൻ പാടില്ല, പാംടോപ്പ്, ലാപ്ടോപ്പ്, വാട്ടെവർ ഇറ്റ് ഈസ്, ഒരു സാധനം കൊടുക്കാൻ പാടില്ല എന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. എന്തായാലും കാരണം ഇതന്നെ അതിൻ്റെ കാരണം. അപ്പോൾ നിങ്ങളൊരു തീരുമാനത്തിലെത്തണം. 5 വയസ്സിന് താഴെയുള്ള കുട്ടി, എൻ്റെ കുട്ടിക്ക്, എൻ്റെ പേരക്കുട്ടിക്ക്, എൻ്റെ വീട്ടിലെ കുട്ടികൾക്ക്, അത് ഇത് കുടുംബത്തിലെല്ലാവരും ഉണ്ടല്ലോ ഇവിടെ, ഒന്നിച്ച് തീരുമാനം എടുക്കാം. സാധാരണ സ്കൂളിൽ പാരൻറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഉമ്മ മാത്രമേ വന്നിരിക്കൂ. പാപ്പാനോടത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറേ പാടായിരിക്കും. ഇവിടെ എല്ലാവരും ഒന്നിച്ചുള്ളതുകൊണ്ട് തീരുമാനം വേഗം എടുക്കാം, വേഗം നടപ്പിലാക്കാം. അപ്പോൾ അതുകൊണ്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ആ കുട്ടികൾ ഒരുപാട് കപ്പാസിറ്റി വളർന്നു വരേണ്ട പ്രായമാണ് ശരിക്കും. ആ കുട്ടികളെ പ്രകൃതിയിൽ പോയിട്ടും തോട്ടിൽ ചാടിയിട്ടും, വെള്ളം ഉണ്ടാകുമ്പോൾ തോട്ടിൽ ചാടിയാൽ ഇതിന് കമ്മിറ്റി ഉത്തരവാദിയാവില്ല.
അല്ലാത്ത സമയത്ത് കുറച്ചൊക്കെ ചാടിയിട്ട് വാപ്പാൻ്റെ കൂടെ ചാടിയിട്ട് അതേപോലെ മരത്തിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നൊന്ന് വീണ് ഒന്ന് തോല് പോയി. തോലൊക്കെ പോകണം, എന്ത് രസമാണ് തോല് പോയാൽ. തോല് പോയിട്ട് ഇങ്ങനെ കുളിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം കിട്ടാനുണ്ട്. അതൊക്കെ ഇവർ അനുഭവിക്കണ്ടേ. അപ്പോഴല്ലേ വലിയ മരത്തിൽ കയറുമ്പോൾ വീയാതിരിക്കാൻ അവർ പഠിക്കുള്ളൂ. അങ്ങനെ കുറേ സ്കില്ലുകളുണ്ട്. നമ്മൾ വിചാരിച്ചത് ഇങ്ങനെ നേരെ ഇങ്ങനെ ബസ്സിൽ കയറ്റി സ്കൂളിൽ വിട്ട് സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന് അതുകൊണ്ടൊന്നും ആവില്ല. കുട്ടികൾ ജീവിതത്തിൽ ഇപ്പോൾ നാളെ ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടീനെ പേപ്പട്ടി കടിച്ചു ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടീനെ. ആ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടിയാണ്. നേരെ വീട്ടിൻ്റെ മുമ്പിൽ വണ്ടി വരും. അതിനൊന്നും തെറ്റല്ല കേട്ടോ, വീട്ടിൻ്റെ മുമ്പിൽ വണ്ടി കുറച്ചപ്പുറത്ത് നിർത്തിയാൽ മതിയൊന്നും പറയണ്ട, അതൊന്നല്ല ഉദ്ദേശിക്കണേ. നേരെ മുമ്പിൽ വണ്ടി വരും, ഈ കുട്ടി ഇങ്ങനെ ഇളകാതെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വണ്ടി കയറും. എന്നിട്ട് സ്കൂളിലെത്തിയിട്ട് ഇളകാതെ ഇങ്ങനെ സ്കൂളിൽ കയറിക്കും. ഫുൾ AC അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള ഒരു സ്കൂളാണ്. എന്നിട്ട് ഈ കുട്ടി തിരിച്ചു പോയി. ഈ കുട്ടി ഇങ്ങനെ എന്തോ ഒരു വിഷയത്തിന് അവിടെ റോഡിലൂടെ നടക്കുമ്പോൾ പേപ്പട്ടി പിന്നാലെ കൂടി. അവിടെ നാടൻ സ്കൂളിൽ പഠിക്കുന്ന വേറെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. ആ കുട്ടികളൊക്കെ ഓടിക്കയറി പെട്ടെന്ന് മരത്തിലൊക്കെ കയറിയിട്ട് ഇതായി. ഈ കുട്ടിക്ക് പേപ്പട്ടി അടിച്ചു. ഡോണ്ട് കം ടു മീ എന്നിട്ട് ഈ നായ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി. ആ നായക്ക് ഇംഗ്ലീഷ് അറിയോ? ഈ കുട്ടീനെ പേപ്പട്ടി അടിച്ചു ലാസ്റ്റ്. എന്തുകൊണ്ടാ? ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവും. ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകണ്ടെന്നല്ല കേട്ടോ ഈ പറയുന്നതിനടുത്ത്. അത് പോയിക്കോട്ടെ, നല്ല തന്നെ. ഞാൻ പറഞ്ഞ വിഷയം അതിൻ്റെ കൂടെ മരത്തിൽ കയറാൻ പഠിക്കണം, തോട്ടിൽ നീന്താൻ പഠിക്കണം. അതേപോലെ തന്നെ വേറെ എന്തൊക്കെ പഠിക്കണ്ടേ പറ? തോട്ടിൽ നീന്താൻ പഠിക്കണം, മരത്തിൻ്റെ മുകളിൽ കയറാൻ പഠിക്കണം. അവിടെ പലതരം കളികളില്ലേ കുട്ടികൾ കളിക്കുന്നത്. ആ കളികളൊക്കെ കുട്ടികൾ പഠിക്കണം. അമ്പ ചെയ്യാൻ പറ്റുക പഠിപ്പിക്കണം. മറ്റേ എന്തായാലും സ്കേറ്റിംഗ് അല്ലേ, ആ ബ്ലേഡ് ഷൂ വെച്ചില്ല അത് പഠിക്കണം. ചക്ര ഷൂ ഇല്ലേ അത് പഠിപ്പിക്കണം. പിന്നെ കുതിരൻ്റെ മേലെ ഓടാൻ വല്ല പിന്നെ അക്കാഡമി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കണം. ഇങ്ങനെ സ്കില്ലായിട്ട് ഈ കുട്ടികൾ എന്തൊക്കെ അതെല്ലാം പഠിപ്പിക്കണം. ശരിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം തന്നെ, നമ്മൾ പുതിയതായിട്ട് വീടൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഏരിയ തന്നെ ഉണ്ടായിരിക്കണം. അതെന്താണ്? ഇപ്പോൾ നമ്മൾ ഈ പാർക്കിലൊക്കെ ചെന്നാൽ കാണുന്ന ഈ ഇങ്ങനെ കുറേ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങനെയുള്ള കുറേ റൈഡുകൾ നമ്മുടെ വീട്ടിൽ വലിയ എക്സ്പെൻസ് ഒന്നും ആക്കാണ്ട് ഉള്ളതിൽ 50,000 കുറച്ചൊക്കെ പൈസയൊക്കെ ചിലവഴിച്ചിട്ട് ഒരു റൈഡ് വീട് ഏതായാലും ഉണ്ടാക്കില്ല. 5-8 ലക്ഷം 10, 15, 20 ലക്ഷം രൂപ വീട് ഉണ്ടാക്കല്ലേ. ആ വീട് ഉണ്ടാക്കുന്നതിന് ഒരു 50,000 രൂപ നമ്മുടെ കുട്ടികളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാക്കുക. ആ കുട്ടികൾ ഇങ്ങനെ കയറി മറിഞ്ഞും വീണും അപ്പോൾ ഒരു പ്രോബ്ലം ലൈഫിൽ വരുന്ന സമയത്ത് അതിനോട് പൊരുതാനുള്ള ഒരു മാനസികാവസ്ഥ ഈ കുട്ടിക്കുണ്ടാവും. അതിന് പകരമാണ് നമ്മുടെ കുട്ടികൾ ഈ ഇതിൽ തളച്ചിടപ്പെടുന്നത്. ഞാൻ ഈ മേഖലയിൽ ഇറങ്ങിയത് 2010-ലാണ്. 2010 മുതൽ 15 വർഷമായി ഇപ്പോൾ. അപ്പോൾ ഞാൻ ആദ്യഘട്ടത്തിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിരുന്നത്, എൻ്റെ കുട്ടി സ്കൂൾ വിട്ട് വന്ന് കളിക്കാൻ പോയി കഴിഞ്ഞാൽ മഗ്‌രിബ് കഴിഞ്ഞാലും തിരിച്ചു വരില്ല എന്നായിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ചാണ് പറയുന്നത്. ആ സ്കൂൾ വിട്ട് വന്ന് കളിക്കാൻ പോകാൻ പറഞ്ഞാലും പോകില്ല, ഈ മൊബൈൽ എടുത്തോണ്ടിരിക്കുന്നതാണ്. ഈ കുട്ടികൾക്ക് എക്സസൈസ് പോയി, അധ്വാനം പോയി, ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ. അപ്പുറത്തുള്ള കുട്ടികളുമായിട്ട് സംസാരിച്ച് ഇടപഴകി കുട്ടികൾക്ക് കിട്ടേണ്ട ഒരുപാട് സ്കില്ലുണ്ടായിരുന്നു. അതെല്ലാം പോയി. നിരീക്ഷണ പാഠമില്ല, ഒന്നും നമ്മുടെ കുട്ടികൾക്കില്ല. നമ്മളതിന് ഉത്തരവാദി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് കുട്ടികളെ കിട്ടിയതാണ്. ആ കുട്ടികളെ എങ്ങനെയെങ്കിലും ആകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ആ കുട്ടികൾക്ക് എല്ലാ സെൻസും ഡെവലപ്പ് ചെയ്യാനുള്ള, നിങ്ങൾ വേണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്ക്, 10 സോഫ്റ്റ് സ്കിൽസ് എന്ന് അടിച്ചു നോക്ക്, അത് കാണും. അത് ലോകാരോഗ്യ സംഘടന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ 10 സോഫ്റ്റ് സ്കിൽസ് വേണം എന്ന് പറയുന്നുണ്ട്. ആ 10 സോഫ്റ്റ് സ്കില്ലുകൾ അത് ചിലതൊക്കെ നമ്മുടെ വീട്ടിൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് സാധാരണ ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ വിശദീകരിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന വിഷയമാണ്. അത് കുറേ നിങ്ങൾക്ക് നോക്കിയാൽ കുറേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ടാവും. എന്നിട്ട് കൂട്ടത്തിൽ ടൈപ്പ് ചെയ്ത് നോക്കുക, ഹൗ ടു ഡെവലപ്പ് എന്ന് പറഞ്ഞിട്ട് ഇന്ന സ്കില്ല്, ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഹൗ ടു ഡെവലപ്പ്, ആ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ കുറേ മെത്തേഡുകൾ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടികളെ എല്ലാ മേഖലയിലും കഴിവുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിന് വേണ്ടിയാണ് നേരത്തെ പറഞ്ഞത്, ഈ സാധനം ഒന്ന് ഒഴിവാക്കുന്നൊരു സാഹചര്യം വേണം.